സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ച് ഒരു പായസം ഉണ്ടാക്കാം. പഴുത്ത ചക്കയാണ് ഞാൻ എടുത്തത്. ചക്ക ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. ഇത് മുറിച്ച് ചക്കച്ചുള എടുക്കലാണ് കഷ്ടപ്പാട്. ചക്കച്ചുളയെടുത്ത് ഇതുപോലെ പായസം ഉണ്ടാക്കിയാൽ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വലിയ കപ്പ് ചക്കച്ചുള പറിച്ചെടുക്കാം. കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ഇത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കച്ചുളയായതുകൊണ്ട് അധികം വെള്ളം വേണ്ടി വരില്ല. ഇത് 250 ഗ്രാം ശർക്കരയാണ് ഉള്ളത്. നല്ല കളറുള്ള ശർക്കരയാണ് വാങ്ങേണ്ടത്. എന്നാലാണ് പായസത്തിൽ ഒഴിച്ചാൽ കാണാൻ ഭംഗി ഉണ്ടാവുക. ഇനി ഈ ഉരുക്കിയ ശർക്കരയുടെ മുകളിൽ കാണുന്ന പത പോലുള്ളവയെല്ലാം കോരി മാറ്റണം. ഇത് ശർക്കര ഉരുക്കുമ്പോഴാണ് ഇങ്ങനെ പൊന്തി വരിക. ഇത് അരിച്ചു വെച്ച ശർക്കരയാണ്. ഇനി നമുക്ക് ഈ ചക്കച്ചുള മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാറ്റിവെച്ച എല്ലാ ചക്കച്ചുളയും ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കര ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള മധുരമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ വീണ്ടും ശർക്കര ഒഴിക്കാവൂ. അല്ലെങ്കിൽ മധുരം കൂടിപ്പോകും. ചില ചക്കയ്ക്ക് നല്ല മധുരമായിരിക്കും, ചിലതിന് മധുരവും ഉണ്ടാവില്ല. അപ്പോൾ ചക്കയുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് നല്ലതുപോലെ തിളച്ച ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ഈ ചക്കപ്പായസത്തിൽ എത്രമാത്രം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ചക്കപ്പായസത്തിൻ്റെ സ്വാദ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. അത് തേങ്ങാപ്പാൽ കൂട്ടി ഇളക്കി ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ വേണം ഇളക്കിയെടുക്കാൻ. പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ പായസം ഇളക്കിക്കൊണ്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് പായസത്തിലേക്ക് നന്നായി കലരും. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതെ നോക്കണം. അരിപ്പൊടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് മൂത്ത് വിളഞ്ഞ ഒരു തേങ്ങയുടെ പാല് എടുത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഇത് നിങ്ങൾ പായസം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാലേ ഈ പായസത്തിൻ്റെ സ്വാദ് അറിയുകയുള്ളൂ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പായസം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുന്നത് നല്ല സ്വാദാണ്. കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ആയത് കോരി മാറ്റാം. ഇനി ഒരു 5-6 ചെറിയ ചുവന്നുള്ളി ചെറുതായി മുറിച്ച് പശുനെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി വറുത്ത് വെച്ച എല്ലാ കൂട്ടുകളും ഈ പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നിങ്ങളും മറക്കാതെ ഒന്ന് ഇതുണ്ടാക്കി കഴിച്ചു നോക്കൂ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.